നമസ്കാരം, ഞാൻ ആറ്റുകാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നിന്ന് നോക്കാൻ പോകുന്നത് കുജമാറ്റത്തെ കുറിച്ചാണ്. അത് ഈ വരുന്ന 1200 വർഷം ചിങ്ങമാസം 10 കുജമാറ്റം സംഭവിക്കുകയാണ്. അതായത് തുലാമാസം 4 തീയതി വരെ. അപ്പൊ ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2024 ആഗസ്റ്റ് മാസം 26 മുതൽ ഒക്ടോബർ മാസം 20 തീയതി വരെ. അപ്പം എല്ലാ ഇതിലും നമ്മൾ നോക്കുന്നത് കുജമാറ്റം എന്ന് പറയുന്നത് ഒരു 44 ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കും. ഇക്കുറി സഞ്ചരിക്കുന്നത് 54 ദിവസമാണ്. അപ്പൊ ഇനി സഞ്ചരിക്കുന്നത് മിഥുനത്തിലാണ്, അതായത് മിഥുന രാശിയിൽ. ഇതിലൊരു 3 രാശിക്കാരുടെ ഗുണഫലം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പറയുന്നത് ഒരു 9 രാശിക്കാർക്ക്. ആദ്യം നോക്കുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ. അപ്പൊ ഈ മാറുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് 26 തീയതി 10:53 കുജമാറ്റം സംഭവിക്കുന്നത് മിഥുനത്തിൽ. അപ്പൊ ഇളവക്കൂറിലെ നക്ഷത്രം കാർത്തിക മുക്കാല്, രോഹിണി, മകീരാര. ഇവർക്ക് 2ാം ഭാവത്താണ് കുജന്റെ സഞ്ചാരം. അപ്പൊ ചിലവ് കൂടുന്ന സമയമാണ് ഈ കാലയളവ്. 54 ദിവസം നമുക്ക് 12ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായ കുജന്റെ സഞ്ചാരം 2ാം ഭാവത്ത് സഞ്ചരിക്കുന്നത് നമുക്ക് എന്തു വന്നാലും, അതായത് സാമ്പത്തികമാണ് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിൽ പണം വന്നാലും നമ്മളെ കയ്യിൽ നിൽക്കില്ല. അതായത് ചിലവ് കൂടുന്ന സമയമാണ് ഈ കാലയളവ്. നോക്കി ചിലവാക്കുക. പിന്നെ വീട്ടിലൊക്കെ ചിലവർ പെട്ടെന്ന് പറയും നമുക്ക് ഒരു ഗൃഹോപകരണം എടുക്കാനോ EMI എടുക്കാനോ എന്നൊക്കെ നിർബന്ധിക്കും. ഈ കാലയളവ് പെട്ടുപോകരുത്. നമുക്ക് ഈ ഒരു 54 ദിവസം കഴിഞ്ഞിട്ട് ഏതൊന്നും നമുക്കിപ്പോ ലോൺ സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ പണയപ്പെടുത്തലോ എന്തുണ്ടെങ്കിലും ഈ ഒരു ഒന്നര മാസമല്ല, ഒരു 54 ദിവസം കഴിഞ്ഞിട്ട് മതി. നമുക്കതിന് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാനുള്ള അവസരം കാണുന്നു. പിന്നെ ജാമ്യം നിൽക്കരുത്. ആർക്കെങ്കിലും ജാമ്യം നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ വരാനോ നമുക്ക് നിയമ നടപടി വരാനുള്ള സാധ്യത കാണുന്നു 2ലെ കുജന്റെ സഞ്ചാരം. അപ്പം മോശവശമാണ് കാണുന്നത്. പിന്നെ ജന്മത്തിൽ ഗുരുവിന്റെ സഞ്ചാരം നമുക്ക് അനുകൂലമാണെങ്കിലും ഈ 2ലെ കുജന്റെ സഞ്ചാരം വളരെ ശ്രദ്ധിക്കുക. പിന്നെ 11ലെ രാഹുവിന്റെ സഞ്ചാരം നമുക്ക് ധനനിമിത്തം ധനം വരികയാണെങ്കിലും നമുക്ക് ചിലവ് സമാസമമായിരിക്കും ഈ കാലയളവ്. വളരെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അലസതയാണ് കാണുന്നത്. ഇതിലേക്കുള്ള പരിഹാരം നമുക്ക് ഓജരാശിയാകിയാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ഠി ദിവസം പനിനീർ അഭിഷേകം കൊടുക്കുന്നതും പുഷ്പാഞ്ജലി, അതായത് അർച്ചന കൊടുക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിലും നമുക്ക് ലാഭവിഹിതം കുറയാനുള്ള അവസരമാണ് കാണുന്നത്. ചിലവ് കൂടുന്ന സമയമാണ്. കറണ്ട് ഇത്യാദി പോലുള്ള എന്തെങ്കിലും നമുക്ക് ചെറിയ മെയിൻ്റനൻസ് വരാനോ വീട്ടിലോ സ്ഥാപനത്തിലോ വരാനുള്ള അവസരം കാണുന്നു, അതായത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട്. പിന്നെ ഗൃഹോപകരണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ഗൃഹോപകരണം വാങ്ങിക്കാനോ ഈ കാലയളവ് അത്ര നന്നല്ല. ഈ 54 ദിവസത്തിന് ശേഷം ഒരു വസ്തു ഇടപാടാണെങ്കിലും ഒരു വാഹനം വാങ്ങിക്കലാണെങ്കിലും എല്ലാം ഈ 54 ദിവസത്തിന് ശേഷം മതി. അതായത് ഒക്ടോബർ 20 ശേഷം. അപ്പൊ എന്തുകൊണ്ടും ഈ കാലയളവ് ചിലവ് കൂടുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കുക. മുതിർന്നവരാണെങ്കിലും അവർക്ക് ഈ കാലയളവ് കണ്ണിന് അസ്വസ്ഥത വരാനോ കണ്ണിന്റെ തിമിരം പോലെ എന്തെങ്കിലും വന്ന് നമുക്ക് ഒരു ഓപ്പറേഷൻ വരാനുള്ള സമയം കാണുന്നു. വേറെ ദോഷവശമൊന്നുമില്ല. അപ്പൊ മീനക്കൂറിന്റെ ഫലമാണ് പറയുന്നത്. മകീരാര, തിരുവാതിര, പുണർദം, മുക്കാല്. ഇവർക്ക് രാശിയിലാണ് സഞ്ചാരം. അപ്പൊ നിലവിൽ 12ലെ വ്യാഴന്റെ സ്ഥിതി, 10ലെ സർപ്പന്റെ സ്ഥിതിയൊക്കെ അത്ര നന്നല്ല. ഇപ്പൊ രാശിയിൽ കുജന്റെ സ്ഥിതി, ആഗ്നേയഗ്രഹമായ കുജൻ സഞ്ചരിക്കുന്നത് അത്ര നന്നല്ല. അപ്പൊ എന്തെങ്കിലും നമുക്കൊരു, അതായത് ഈഗോ ഉണ്ടാകാനുള്ള സന്ദർഭമാണ് കാണുന്നത്. അതിപ്പോ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് എങ്ങനെ പറയാം, സ്വയമര്യാദ എന്ന് പറയും, സ്വന്തം അഭിമാനം വിട്ടു ഒന്നും കളിക്കില്ല. 11 6ാം ഭാവാധിപനായ കുജന്റെ സഞ്ചാരം രാശിയിൽ വരുന്നത് നമുക്ക് ശത്രുക്കളെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരാനോ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഈഗോ പ്രശ്നം, അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എന്തിനൊരു സമാധാനം വേണം, പ്രകോപിതനാവരുത്. അപ്പൊ മീനരാശിക്കാർക്ക് രാശിയിൽ കുജൻ വരുന്നത് ആരോഗ്യം ശ്രദ്ധിക്കുക. ചൂട് രോഗം പോലെ എന്തെങ്കിലും വരാനോ അല്ലെങ്കിൽ ജലജന്യ രോഗം വരാനുള്ള സാധ്യത കാണുന്നു. ഈ കാലയളവ് ഇത്തിരി അലച്ചിൽ കൂടുന്ന സമയമാണ്. അതിപ്പോൾ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് ഇത്തിരി അലച്ചിൽ കൂടുന്ന സമയമാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. അപ്പോൾ പരീക്ഷ ഭയം പോലെയൊക്കെ വരാം. ഇപ്പോൾ ദൂരെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒറ്റപ്പെടുത്തൽ അങ്ങനെ ഒരു തോന്നൽ വരും. അതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പം പരിഹാരാർത്ഥം ഓജരാശിയാകയാൽ, അതായത് കുജന്റെ സഞ്ചാരം ഓജരാശിയാകയാൽ
സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം കൊടുക്കുന്നതും ഷഷ്ടിക്ക് അർച്ചനയ്ക്ക് കൊടുക്കുന്നത്, അതായത് പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ കാലയളവ് എന്തിനൊരു ക്ഷമ വേണം. നമുക്ക് എന്തെങ്കിലും ഒരു, അതായത് കുടുംബ കലഹം പോലെയോ അല്ലെങ്കിൽ സമുദായത്തിൽ നമ്മളെ കുറിച്ചുള്ള എന്തെങ്കിലും അപവാദം പറയാനുള്ള അവസരം കാണുന്നു. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാതിരിക്കുക, അത് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകക്കാർക്ക് എങ്ങനെ. പുണർന്നംകാല്, പൂയം, ആയില്യം ഇവർക്ക് കുജന്റെ സഞ്ചാരം 12-ലാണ്. അതായത് ഈ വരുന്ന 2024 ഓഗസ്റ്റ് മാസം 26-നാണ് കുജമാറ്റം. 54 ദിവസമാണ് മിഥുനത്തിൽ സഞ്ചാരം, അതായത് ഒക്ടോബർ 20 വരെ. അപ്പൊ ഈ കാലയളവ് നമുക്ക് 12-ൽ അലച്ചിൽ കൂടുന്ന സമയം. എന്തിനും ചെലവ്, അതായത് ചെലവ് വർദ്ധിക്കുക, ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനുള്ള ബുദ്ധിമുട്ട്, ലോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, ചെറിയ നിയമ നടപടി വരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനം, വ്യയം എന്ന് പറയുന്നത് ചിലവ്. അപ്പൊ എന്ത് വന്നാലും നമ്മളെ കയ്യിൽ നിൽക്കില്ല. അതിപ്പം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ചിലവ് കൂടുന്ന സമയം. അപ്പൊ പൊതുഫലം പറയുമ്പോൾ 5 10-ാം ഭാവാധിപനായ കുജന്റെ സഞ്ചാരം 12-ൽ വ്യയസ്ഥാനം. അപ്പൊ കുട്ടികളുടെ ചെലവ്, പഠന ചെലവൊക്കെ കൂടുന്ന സമയമാണ്. കടം വാങ്ങിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പിന്നെ മുതിർന്നവരാണെങ്കിൽ അവർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക, കണ്ണിന് അസ്വസ്ഥത വരാനോ കണ്ണോപ്പറേഷൻ പോലെ നടക്കാനുള്ള അവസരം കാണുന്നു. കുട്ടികളിലും ചെറിയ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. ചൂട് രോഗം വരാതെ ശ്രദ്ധിക്കുക. പിന്നെ പഠന വിഷയത്തിലൊക്കെ ഈ കാലയളവ് കുട്ടികൾക്ക് പഠന മികവ് തെളിയിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പരീക്ഷാ വിജയമൊക്കെ കൈവരിക്കാൻ ബുദ്ധിമുട്ടും. അതിലേക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് ഓജരാശിയിൽ സഞ്ചരിക്കുന്ന കുജന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം കൊടുക്കുന്നതും പുഷ്പാഞ്ജലി അർച്ചന നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം ഏതില്ല? ഉത്രാടം, മുക്കാല്, അത്തം, ചിത്തിരാര. ഇവർക്ക് 10-ലാണ് സഞ്ചാരം. അപ്പൊ 10 നമുക്ക് നല്ലതാണ്. തൊഴിൽ സ്ഥാനത്ത് കുജന് വരുന്നത് നല്ലതാണ്. പിന്നെ ദൃഷ്ടി വരികയാണ്, 4-ാം ഭാവ ദൃഷ്ടി രാശിക്ക് വരുന്നത് അത്ര നന്നല്ല. വ്യാഴൻ 9-ലാണെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതായത് എങ്ങനെ പറയാം, നമുക്ക് മറ്റുള്ളവരെ കൊണ്ടുള്ള, അതായത് ഇപ്പം ഒരു പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഉദ്യോഗസ്ഥരെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരാനുള്ള സാധ്യത കാണുന്നു. ഇപ്പൊ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം കൂടും ഈ കാലയളവ്. അത് കന്നിക്കൂറുകളുടെ ഇതാണ് പറയുന്നത്. ടീച്ചർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ടീച്ചിങ് നടത്തുന്നവർക്കൊക്കെ ഈ കാലയളവ് ജോലി ഭാരം കൂടും. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പഠന മികവ് തെളിയിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ദൃഷ്ടി വരുന്നതാണ് ദോഷം. അപ്പോൾ ഓജരാശി സഞ്ചരിക്കുന്ന കുജന് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുന്നതും ഷഷ്ടി ദിവസം അർച്ചനയ്ക്ക് കൊടുക്കുന്നത്, അതായത് പുഷ്പാഞ്ജലി നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധ വേണം. കയ്യിരിപ്പ് വരാതെ ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലും ഊഹ കച്ചവടത്തിനോ എന്തിനും പുറപ്പെടരുത്. അത് നമുക്ക് ഗസ്സിങ് തെറ്റാനുള്ള അവസരമാണ് കാണുന്നത് ഈ കാലയളവ്. ഭാഗ്യസ്ഥാനത്ത് ഗുരു ഉണ്ടെങ്കിലും 10-ലെ ചൊവ്വയുടെ ഇത് നമുക്ക് ചെറിയ ഒരു അലസത ഉണ്ടാക്കും. അത് ശ്രദ്ധക്കുറവെന്ന് പറയും. വളരെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് എങ്ങനെ. തുലാക്കൂറിൽ നിലവിൽ 8-ലാണ് വ്യാഴന്റെ സഞ്ചാരം, 6-ലാണ് രാഹുവിന്റെ സഞ്ചാരം. ഇപ്പൊ കുജമാറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വരുന്ന 2024 ഓഗസ്റ്റ് 26-നാണ് കുജമാറ്റം. അപ്പം ഭാഗ്യസ്ഥാനത്താണ്. പാപഗ്രഹം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഫലം. അപ്പൊ എങ്ങനെ പറയാം, 7 2-ാം ഭാവാധിപനായ കുജൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് പിതാവെങ്കിൽ നിന്നുള്ള എന്തെങ്കിലും, അതായത് പിതാവെങ്കിൽ നിന്നുള്ള എന്തെങ്കിലും ധനം നമുക്ക് വരാനോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ലോൺ ഇത്യാദിയൊക്കെ കിട്ടാനുള്ള അവസരം കാണുന്നു. ഈ കാലയളവ് നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും കുജന്റെ മാറ്റം. അപ്പൊ 54 ദിവസമാണ് കുജന്റെ സഞ്ചാരം മിഥുനത്തിൽ. അപ്പം മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിലും, ഇപ്പം ബിസിനസ് മേഖല നോക്കുകയാണെങ്കിലും ബിസിനസ്സിലൊക്കെ നമുക്ക് ഒരു എങ്ങനെ പറയാം, വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട മിതമായിട്ടുള്ള രീതിയിലായിരിക്കും ബിസിനസ് നടക്കുന്നത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഗസ്സിങ് വളരെ ശ്രദ്ധിക്കുക. ഗസ്സിങ് തെറ്റാനുള്ള അവസരം കാണുന്നു. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് അവർ മികവ് തെളിയിക്കും, ദോഷവശമല്ല. അപ്പൊ തുലാക്കുള്ള വരുന്ന നക്ഷത്രം ചിത്തിര, ചോതി, വിശാഖ, മുക്കാലാണ്. ഇവർക്ക്
ഈ കുജമാറ്റം കൊണ്ട് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. പിന്നെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കിപ്പം ക്ഷേത്ര ദർശനം നടത്താനുള്ള അവസരമാണ് കാണുന്നത്. കുടുംബക്ഷേത്ര വഴിപാടൊക്കെ നടത്താനുള്ള അവസരമാണ് ഈ കാലയളവ്. അല്ലെങ്കിൽ കുടുംബക്ഷേത്ര പുനരുദ്ധാരണം ഈ കാലയളവ് നടക്കുന്നതാണ്. പിന്നെ വേറെ ദോഷവശമൊന്നുമില്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ. വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പം 7 വ്യാഴന്റെ സ്ഥിതി ആണെങ്കിലും ഈ വരുന്ന 2024 ആഗസ്റ്റ് മാസം 26 കുജമാറ്റം 8-ലാണ്. അപ്പം രാശി അധിപനും 6ാം അധിപനുമായ കുജൻ 8-ൽ സഞ്ചരിക്കുന്നത് അത്ര നന്നല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് 11ാം ഭാവാധിപൻ 8ാം ഭാവാധിപന്റെ വീട്ടിലാണ് കുജന്റെ സഞ്ചാരം. നമുക്കിപ്പം ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഇതുമായിട്ടൊക്കെ കലഹം വരാനുള്ള അവസരം കാണുന്നു. അപ്പൊ പഠന വിഷയത്തിലേക്ക് വളരെ ശ്രദ്ധ വേണം ഈ കാലയളവ്. അതായത് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഇവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 8-ലെ കുജന്റെ സ്ഥിതി 2ാം ഭാവവും 3ാം ഭാവവും ദൃഷ്ടി വരെയാണ് രാശിക്ക്. അപ്പൊ ഇതിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വാലസത കൂടുന്ന സമയമാണ്. പഠന വിഷയത്തിലേക്ക് പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. 3ാം ഭാവം നിൽക്കുമ്പോൾ പരീക്ഷാ ഭയം വരാനുള്ള അവസരം കാണുന്നു. മുതിർന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അകാല ഭോജനം, അതായത് ക്രമം തെറ്റിയുള്ള ആഹാരം. ചിലവരൊക്കെ സമയം കഴിഞ്ഞൊക്കെ ഫുഡ് കഴിക്കും. അതൊക്കെ രാത്രി യാത്ര ഒഴിവാക്കാവുന്ന. രണ്ടാമത്തത് ഈ ഫുഡ് സമയക്രമം തെറ്റിയുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ ഇൻഫെക്ഷൻ വരാനോ അസിഡിറ്റി വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം വൃശ്ചികക്കൂറുകാർ. അപ്പൊ പരിഹാരാർത്ഥം ഷഷ്ഠി ദിവസം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത്, പുഷ്പാഞ്ജലി അതായത് അർച്ചന കൊടുക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് എങ്ങനെ. മൂലം, പൂരാടം, ഉത്രാടം അടങ്ങുന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് 7-ലാണ് കുജന്റെ സഞ്ചാരം. അതായത് 2024 ആഗസ്റ്റ് 26 മുതൽ ഒക്ടോബർ 20 വരെ 54 ദിവസമാണ് സഞ്ചാരം. ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. 7 സഞ്ചാരം കളത്രഭാവം എന്ന് പറയും. അപ്പൊ നമുക്ക് കുടുംബജീവിതമൊക്കെ ഇത്തിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ കലഹം വരാനുള്ള അവസരം കാണുന്നു ഭാര്യ ഭർത്താക്കന്മാരിടയിൽ. എന്തുകൊണ്ട് ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പിന്നെ അപവാദം, ആരെക്കുറിച്ച് നിങ്ങളൊരു അപവാദം പറയരുത്. അത് നമുക്ക് മറ്റുള്ള നിയമ നടപടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. കൊടുക്കൽ വാങ്ങൽ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ആർക്കും ജാമ്യം നിൽക്കാൻ പോകരുത് ഈ കാലയളവ്. ഒരു വഴക്ക് തീർക്കാൻ പോലും ഈ കാലയളവ് പോകരുത്. ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം ധനുക്കൂറുകാർ. അപ്പം മുതിർന്നവരാണെങ്കിലും രാത്രി യാത്ര ഒഴിവാക്കുക. ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. നമുക്കിപ്പം പ്രഷർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള അവസരം കാണുന്നു ഈ ചൊവ്വയുടെ 7-ലെ സഞ്ചാരം. അപ്പൊ ദൃഷ്ടി വരുന്നത് രാശിക്കും വരുന്നുണ്ട്, 2ാം ഭാവത്തിനും വരുന്നുണ്ട്. 7, 8ാം ഭാവം ദൃഷ്ടി വരികയാണ് കുജന്റെ. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് പരീക്ഷാ ഭയം വരാനോ അതായത് എങ്ങനെ പറയാം, ഒരു അലസത വരാനുള്ള സമയമാണ് കാണുന്നത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് ലാഭവിഹിതം കുറയാനുള്ള അവസരം കാണുന്നു. പുതിയ സംരംഭമൊന്നും ഈ കാലയളവ് വേണ്ട. വളരെ ശ്രദ്ധ പുലർത്തണം. പരിഹാരാർത്ഥം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ഠി ദിവസം പുഷ്പാഞ്ജലി കൊടുക്കുന്നത്, അതായത് അർച്ചന ചെയ്യുന്നതും പാലഭിഷേകം നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. കുംഭക്കൂറിലെ 7 നക്ഷത്രം അവിട്ടമര, ചതയം, പൊരുട്ടാതി, മുക്കാല്. ഇവർക്ക് 5-ലാണ് സ്ഥിതി. 5-ൽ അത്ര ദോഷം പറയാനില്ല. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു 9 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം എന്നാണ് പറഞ്ഞത്. അപ്പൊ 5 എന്ന് പറഞ്ഞത് ബുദ്ധിവർത്തനയാണ് പറയേണ്ടത്. എന്നാലും 3ാം ഭാവാധിപനായ 10ാം ഭാവാധിപനായ കുജൻ 5-ൽ നിൽക്കുന്നത് എന്തൊരു തീരുമാനവും മുതിർന്നവരെടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. തന്നിഷ്ടപ്രകാരം ഒന്നും പ്രവർത്തിക്കരുത്. അത് നമുക്കിപ്പം പഠന വിഷയത്തിലാണെങ്കിലും മറ്റുള്ള മേഖലയിലാണെങ്കിലും നമുക്ക് ചെറിയ അബദ്ധങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം. വിവാഹാദി കാര്യങ്ങളിലും പെൺകുട്ടികളുണ്ടെങ്കിലും ആൺകുട്ടികളുണ്ടെങ്കിലും ഈ കാലയളവ് നമുക്ക് വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ അതിബുദ്ധി കാണിക്കാൻ പോയി എന്തെങ്കിലും അബദ്ധത്തിൽ ചാടരുത്. ഗസിംഗ് തെറ്റുന്ന സമയമാണ് ഈ കാലയളവ്. ബുധന്റെ വീട്ടിൽ മിത്രക്ഷേത്രമല്ല ശത്രുക്ഷേത്രമാണ് കുജൻ സഞ്ചരിക്കുന്നത്. 54 ദിവസമാണ് സഞ്ചാരം. മുതിർന്നവരാണെങ്കിലും ഈ കാലയളവ് മക്കളെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ അവരുമായിട്ട് കലഹിക്കാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം. അതായത് അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് എങ്ങനെ. മീനക്കൂറുകാർക്ക് 4-ലാണ് സഞ്ചാരം. കുജന്റെ 54 ദിവസമാണ് സഞ്ചാരം. ഈ വരുന്ന 2024 ഓഗസ്റ്റ് 26 മുതൽ ഒക്ടോബർ 20 വരെ. അപ്പൊ 54 ദിവസമാണ് സഞ്ചാരം. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. 4 എന്ന് പറയുന്നത് നമുക്ക് മനോസ്ഥാനമാണ്, മാതൃസ്ഥാനമാണ്.
മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങൾ വരാനോ കുടുംബത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കാലയളവ്, നമുക്കിപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിൽ അതുമായിട്ട് നിമിത്തം നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരാനുള്ള അവസരം കാണുന്നു. അത് നമുക്ക് പരിഹാരത്തിലൂടെ മാറ്റിയെടുക്കാനേ ഉള്ളൂ. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പഠന വിഷയത്തിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കാനുള്ള അവസരമാണ് കാണുന്നത്. വളരെ ശ്രദ്ധ വേണം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും കുജന്റെ 4ാം ദൃഷ്ടി 7ലും 5ലും 8ലും വരികയാൽ ഈ കാലയളവ് നമുക്ക് ജോലി ഭാരം കൂടും ഈ സമയം. അപ്പൊ ഈ ദൃഷ്ടിക്ക് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. കുജന്റെ 4ൽ നിൽക്കുന്ന കുജന്റെ ദൃഷ്ടി 4ാം ഭാവം, പിന്നെ 7, 8ാം ഭാവം, അപ്പം കർമ്മസ്ഥാനങ്ങളുടെ ദൃഷ്ടി വരെയാണ്. അപ്പൊ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ലാഭവിഹിതം കുറയാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് അത്ര നന്നല്ല കാണുന്നത് കുജന്റെ മാറ്റം. പിന്നെ മുതിർന്നവരാണെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കുക. രാത്രി യാത്ര ഒഴിവാക്കുക മാക്സിമം. ഇനി പരിഹാരാർത്ഥം പറയുന്നത് നമുക്ക് ഷഷ്ഠി ദിവസം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം കൊടുക്കുന്നതും അർച്ചനയ്ക്ക് കൊടുക്കുന്നത്, അത് പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ശുഭമസ്തു. Thank you.